സലാസത്തുൻ ഫീ ദില്ലി അർശിർ റഹ്മാനി യൗമൽ ഖിയാമ. നേരത്തെ പറഞ്ഞ 7 അല്ല, അതിന് പുറമെ ഒരു 3 വിഭാഗത്തെ വേറെ പഠിപ്പിക്കുന്നു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അർശിന്റെ തണൽ കൊള്ളുന്ന 3 വിഭാഗം. അതിൽപ്പെട്ട ഒരു വിഭാഗം അള്ളാഹുവിന്റെ ഹക്കും മാതാപിതാക്കളോടുള്ള ഹക്കും നിർവഹിച്ചവരാണ്. അള്ളാഹുവിനോടുള്ള ഹക്ക് ബാധ്യത, നമുക്കുള്ള ബാധ്യതകളില്ലേ, അത് വീട്ടി. മാതാപിതാക്കളോടുള്ള ബാധ്യതയും വീട്ടിയവർ. നല്ല നിലക്കുള്ള ഒരു ജീവിതല്ലേ അത്. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് അള്ളാഹു നൽകിയ സമ്പത്ത് സ്വന്തത്തിന് വേണ്ടിയും നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയും ചെലവഴിച്ച് ജീവിച്ചവർ. അവർക്കും അർശിന്റെ തണലാണ്. അതിൽപ്പെട്ടൊരു വിഭാഗമാണ് ഭാര്യ സന്താനങ്ങളെ നല്ല നിലക്ക് പോറ്റി വളർത്തിയ രക്ഷിതാക്കൾ. ഇതൊക്കെ കിട്ടുന്ന മാർഗമാണ്. ആ രൂപഭാവങ്ങളൊക്കെ ശരിയാണെങ്കിൽ അർശിന്റെ തണല് കൊള്ളാതെ ഇപ്പുറത്ത് നിൽക്കുന്നൊരു വിഭാഗം എത്ര ആഗ്രഹിക്കുന്നറിയോ അർശിന്റെ തണല്. അള്ളാഹു ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നമ്മെ പെടുത്തി തെരുമാറാകട്ടെ. ദീനിനെ സഹായിക്കണം. നാട്ടിലെ പള്ളി, മദ്രസ, സ്ഥാപന സംരംഭങ്ങളൊക്കെ സഹായിക്കണം. ആരോടും ചോദിക്കാൻ വരാതെ ജീവിക്കുന്ന നല്ല ഇഖ്ലാസുള്ള മനുഷ്യന്മാരുണ്ടാകും. പാവങ്ങളായിരിക്കും അവർ, മിസ്കീന്മാർ. ഒരാളോടും അവർ അവശതകൾ പറയില്ല. പാവങ്ങളാണ്. അവർക്കൊരുപാട് അവശതകളുണ്ട്. അതൊക്കെ പതുക്കെ പതുക്കെ നിർവഹിച്ചോളും എന്ന് കരുതിയിട്ട് ക്ഷമാപൂർവം അങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനത്തെ പാവപ്പെട്ടവരെ കണ്ടറിഞ്ഞ് സഹായിക്കുക, അവർക്ക് ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുക. വലിയ ഖൈറാണ് അതിൽ കിട്ടുന്നത്. സഹോദരങ്ങളെ അങ്ങനെ സഹായിക്കാനും അങ്ങനെ സഹകരിക്കാനും ഒക്കെയുള്ള മനസ്ഥിതി ദുനിയാവിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ ഏറ്റവും വലിയ വിജയം കാണുന്നത് പരലോകത്താണ്. മഹ്ശറിൽ അങ്ങനെ തണല് കൊടുക്കുന്നൊരു വിഭാഗം, തണല് തീരെ കിട്ടാത്തൊരു വിഭാഗം ഇപ്പുറത്ത് അക്സറുന്നാസും അതായിരിക്കും. അങ്ങനെ നിൽക്കുന്ന നൃത്തം അങ്ങനെ നീണ്ടുപോകുമ്പോ പിന്നെ സഹോദരങ്ങളെ മഹ്ശറിൽ കാണുന്ന